തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ സസ്പെൻഷൻ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പ്രിൻസിപ്പൽ അനിഷ PR. പ്രശ്നപരിഹാരത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലാണ് നിലപാട് വ്യക്തമാക്കി പ്രിൻസിപ്പൽ രംഗത്തെത്തിയത്. അതേസമയം പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികളും. സബ് കളക്ടർ അരുൺ എസ് നായർ കോളേജിലെത്തി സമരം തുടരുന്ന വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയാണ്. നിങ്ങൾ പണ്ട് പഠിച്ച് നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും എനിക്ക് തോന്നുന്നത് എന്താ ഇവിടെ നടന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ നടന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഗേളിനെ ഒരു നല്ല മിടുക്കിയായിട്ടുള്ള, പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ള, വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള, വളരെ നല്ല സ്റ്റുഡൻ്റ് ആയിട്ടുള്ള, വളരെ മോട്ടിവേറ്റഡും ഫോക്കസ്ഡും ആയിട്ടുള്ള ഒരു ഗേളിനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജസും കുറച്ച് ഫേസ്ബുക്ക് പേജസിലും എന്ത് തോന്നിയാസം കാണിക്കാം എന്നുള്ള കുറച്ച് പേരുടെ ധാർഷ്ട്യം കാരണം അതിൻ്റെ ഭാവി കളയുന്ന രീതിയിലുള്ള മെസ്സേജസ് പോയതിന് ഞാനെടുത്ത ആക്ഷനായത്. അത് ആ കൊച്ച് റാഗിങ് കംപ്ലൈൻറ്റ് തന്നതിനാണ്. റാഗിങ് കംപ്ലൈൻറ്റ് തന്നാൽ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിക് ലീഗൽ റൈറ്റാണ്. അതാണ് ഞാൻ ചെയ്തത്. അത് ചെയ്തപ്പം ഏറ്റവും നല്ല ഗിമ്മിക്ക് കുറേ ചാനലുകൾ, ഒരു ഗുഡ് ഫോർ നത്തിങ് കുറേ ചാനലുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവന്മാർ താഴെ വന്നിരുന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചാൽ കുറച്ച് അറ്റൻഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് കുറച്ച് സെൻസ്ലെസ് ആയിട്ടുള്ള പിള്ളേർ ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് കോളേജ് വിൽ എൻഡ് ഹിയർ എന്ന് അതിന് അർത്ഥമില്ല. അവരുടെ ബുദ്ധി നേരെ വീഴുന്ന സമയത്ത് തന്നെ അവരെ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും ഒരാളുടെ ജീവിതം കളയാനുള്ള അവരുടെ ശ്രമത്തിന് ഒരു കോളേജ് കൂട്ടു നിൽക്കുക എന്നുള്ള പോളിസി എനിക്കില്ലാത്തത് കൊണ്ട് ഐ വിൽ സ്റ്റേ വിത്ത് വാട്ട് എവർ പൊസിഷൻ ദാറ്റ് ഐ ഹാവ് ടേക്കൺ. നിങ്ങൾക്ക് അതിൽ ക്രിട്ടിസൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യമുള്ള എന്തും ചെയ്യാം. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ നിൽക്കുന്നത് ഒരു കോസിന് വേണ്ടിയിട്ടാണ്. ഐ എം ആക്ച്വലി സ്റ്റാൻഡിങ് ഫോർ എ കോസ്. ഐ വിൽ സ്റ്റേ ദെയർ. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് കൂടി ചേർന്നുണ്ട്. സുബിൻ, നിലവിൽ ഇപ്പോഴും ഈ ഒരു സമരം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണോ? ഇപ്പോഴും ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പോഴും ഈ പ്രിൻസിപ്പൽ രാജിവെക്കാതെ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പലിനെതിരെ നടപടി ഉണ്ടാകാതെ ഈ സമരത്തിൽ നിന്ന് അണുവിട പുറകോട്ട് പോകില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു കോളേജിന് മുകളിൽ കയറി ഈ ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പളിന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഒരു കോളേജ് ഗ്രൂപ്പിൽ അറിയിച്ച ഒരു മെസ്സേജാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അധിക മാർക്ക്, അതായത് ഈ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അധികമായുള്ള മാർക്ക് നൽകി എന്നുള്ളതാണ് ഈ വിവാദത്തിലേക്ക് നയിച്ച സംഭവം. ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് ആ പെൺകുട്ടി നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ്, മറ്റ് വിഷയങ്ങളൊന്നുമുള്ള അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ കോളേജിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ആ പെൺകുട്ടിക്കെതിരായുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് പ്രിൻസിപ്പൽ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി മുമ്പോട്ട് വന്ന വിദ്യാർത്ഥികൾക്കെതിരായി സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പ്രിൻസിപ്പൽ കടന്നിരുന്നു. ഈ നടപടികളെല്ലാം തന്നെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാമാണ് വിദ്യാർത്ഥികൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ആ ഒരു ആവശ്യത്തിൽ നിന്ന് അണുവിടെ പുറകോട്ട് പോകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഈ ഒരു പ്രിൻസിപ്പൽ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അവരുടെ ആ ഒരു പ്രിൻസിപ്പലിന്റെ ആ ഒരു വോയിസ് മെസ്സേജിൽ നിന്ന് തന്നെ ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിട്ടുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പ്രിൻസിപ്പൽ ഉള്ളത്. സെൻട്രൽസ് വിദ്യാർത്ഥികളാണ് ഈ ഒരു സമരം ചെയ്യുന്നത് എന്നതാണ് അവർ ആ ഒരു ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് പലതും അറിയാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു കുട്ടിയുടെ ഭാവി തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വിദ്യാർത്ഥികൾ നിലവിൽ നടത്തുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ ഒരു വിദ്യാർത്ഥികളുടെ സമരത്തിനെതിരെ ഈ ഒരു പ്രിൻസിപ്പൽ നടത്തിയ ഒരു പ്രതികരണം എന്നുള്ളത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് ഇത്തരത്തിൽ അറ്റൻഡൻസ് കുറവുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് അധിക മാർക്ക് നൽകി ആ വിദ്യാർത്ഥിനിയെ ജയിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രിൻസിപ്പൽ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കോളേജ് നടത്തിയിട്ടുള്ളത്. അത് മറ്റു വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ മാർക്ക് ദാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് ദാനം ചെയ്യുന്നതിന് കൂട്ടുനിന്നിട്ടുള്ള പ്രിൻസിപ്പൽ ഈ ഒരു രാജിവെക്കാതെ ഈ ഒരു വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടിൽ തന്നെ ആ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അവർ ഇപ്പോൾ വ്യക്തമാണ്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ
വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി തുടരുന്നത്. നിലവിൽ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നുള്ള നിലവിലെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. സുബിൻ തോമസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.